ചിലരുടെ വിരൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, കൈ ഇങ്ങനെ മടങ്ങി കഴിഞ്ഞാൽ നിവർന്ന് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇതിന് ട്രിഗർ ഫിംഗർ എന്ന് പറയാം. ട്രിഗർ എന്ന് പറഞ്ഞാൽ നമ്മുടെ തോക്കിൻ്റെ കാഞ്ചി റിലീസ് ആവുന്ന പോലെ ആയിരിക്കും ഈ വിരലിന് തുറന്നു വരിക. സംഭവം ഇവിടെ നടക്കുന്നത് ഇതുപോലെ ഒരു ഫ്ലെക്സർ ടെൻഡൻ ഉണ്ട്. നമ്മുടെ കൈ ഇങ്ങനെ വിരലിങ്ങനെ മടങ്ങാൻ വേണ്ടിയിട്ട് ഇതുപോലെ വലിയുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കൂടിയാണ് ഇത് ഇറങ്ങും കയറും ചെയ്യുന്നത്. അപ്പോൾ സ്മൂത്തായിട്ട് മൂവ് ചെയ്യേണ്ട ഈ ഫ്ലെക്സർ ടെൻഡൻ്റെ മൂവ്മെൻറ്റിനെ എന്തെങ്കിലും രീതിയിൽ തടസ്സം വരുന്നതാണ്. ചിലപ്പോൾ ഇവിടെ ലോക്കായി കളയും. ഇങ്ങനത്തെ കണ്ടീഷൻ കൂടുതലായി കാണുന്നത് ഷുഗറിൻ്റെ പ്രശ്നമുള്ളവർ, അല്ലെങ്കിൽ റുമറ്റോയിഡ് ആർത്രൈറ്റിസ്, അല്ലെങ്കിൽ തൈറോയിഡ് ഇഷ്യൂസ് ഉള്ളവർക്കൊക്കെയാണ് ഇത് കൂടുതൽ കാണാം. കൂടാതെ ചില ജോലി ചെയ്യുന്നവർക്ക്, ടൈപ്പ് ചെയ്യുന്ന ജോലി, നമ്മൾ കയ്യിന് കൂടുതൽ സ്ട്രെയിൻ ഉണ്ടാക്കുന്ന ജോലി ചെയ്യുന്നവർ, അങ്ങനത്തെ ആളുകളും ഇത് കൂടുതലായി കാണാറുണ്ട്. ഇതെപ്പോഴും നമ്മളിത് ഫസ്റ്റ് ആ സ്റ്റേജിൽ ട്രീറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. കാരണം ഇത് ആദ്യത്തെ സ്റ്റേജിൽ ജസ്റ്റ് ഈ മൂവ്മെൻറ്റിനൊരു ബുദ്ധിമുട്ടേ ഉണ്ടാവുള്ളൂ, വിരലും മടങ്ങാനുള്ളൊരു പെയിനേ ഉണ്ടാവുള്ളൂ. കുറച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ റെസ്ട്രിക്റ്റഡ് ആവും, ഇങ്ങനെ മടങ്ങും, പക്ഷേ നമുക്ക് നിവർത്താൻ കഴിയും. കുറച്ചുകൂടെ കഴിഞ്ഞാൽ ഇത് മടങ്ങിക്കഴിഞ്ഞാൽ നിവർത്തണമെങ്കിൽ നമ്മൾ മറ്റേ വിരലുകൊണ്ട് ഇങ്ങനെ തള്ളി കൊടുക്കണം. പിന്നെ കുറച്ചുകൂടെ കഴിഞ്ഞാൽ അത് ഇങ്ങനെ സ്റ്റക്കായിരിക്കും. പിന്നെ സ്റ്റക്കായി കഴിഞ്ഞാൽ നമുക്ക് സർജറി തന്നെ വേണ്ടി വരും. അപ്പോൾ ഇങ്ങനത്തെ കണ്ടീഷൻ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ആദ്യത്തെ സ്റ്റേജുകളിൽ തന്നെ നല്ല രീതിയിൽ ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ ശ്രദ്ധിക്കുക. അതിന് പല രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് പറഞ്ഞാൽ ഫസ്റ്റ് സ്റ്റേജിൽ മെഡിസിൻ കഴിച്ചാൽ മതിയാവും. നമ്മളൊക്കെ ആയുർവേദ മെഡിസിൻ കൊടുക്കാറുണ്ട്. പിന്നെ ചില ആയുർവേദ തെറാപ്പികൾ അതിന് ഇഫക്റ്റീവാണ്. പിന്നെ ചില തെറാപ്പി എക്സസൈസുകൾ, അങ്ങനത്തെ കണ്ടീഷനാണ് ആദ്യത്തെ സ്റ്റേജിൽ. അപ്പോൾ ഒരു ഫസ്റ്റ് സെക്കൻഡ് സ്റ്റേജിലൊക്കെ നല്ല ഇഫക്റ്റീവായി നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനത്തെ കണ്ടീഷൻ ഉണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ആദ്യം തന്നെ ട്രീറ്റ് ചെയ്ത് ശരിയാക്കാൻ ശ്രദ്ധിക്കുക. താങ്ക് യു.